ഹലോ, പുറകിൽ കുറച്ച് തുണി കിടക്കുന്നത് ഗവൺമെൻറ്. ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു വാച്ചല്ല, വാച്ചിനെ പറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ്. വിഷുവിനുള്ള വളക്കം പൊട്ടി ടോപ്പിക് കിട്ടും സോറി. അപ്പം ഇത് ഞാൻ റിവ്യൂ ചെയ്യുന്നതും അത് എല്ലാം എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ്. ഒരു വാച്ചുള്ള എല്ലാവർക്കും വേണ്ട ഒരു സംഭവമാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. ഇതാണ് ആ സംഭവം. കുറച്ച് മുമ്പാണ് വന്ന് ഞാൻ ആമസോണിൻ്റെ പറ്റി ഒക്കെ എടുത്ത് കളഞ്ഞു. ഇത് ആ കൂട്ടത്തിൽ വരുന്നത് നേരത്തെ സാധനത്തിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ്. ഇറ്റ്സ് എ വാച്ച് റിട്ടേൺ കിറ്റ്. ഓക്കെ, ഇതാണിപ്പം ആ വാച്ച് റിട്ടേൺ കിറ്റ്. യു ക്യാൻ ബൈ ഫ്രോം ആമസോൺ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സംതിങ് 700 rupees. അപ്പം ഇതിനകത്ത് ഇത് നോക്കാം. ഇതൊന്നും പെട്ടിയുടെ ഇങ്ങനെ ഇതാണ്. ഇത്രേ ഉള്ളൂ, ചെറിയ സാധനങ്ങളാണ്. ഫസ്റ്റ് വരുന്നത് ഞാൻ നേരത്തെ കഴിഞ്ഞ് ഞാൻ എല്ലാം ഒന്ന് നിരത്തിയിട്ട് നിങ്ങൾ ഓരോ സാധനങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ പേരും എനിക്കറിയത്തില്ല, പറഞ്ഞുതരാം. ഓക്കെ, ഇതിൻ്റെ ആവശ്യം. അപ്പം ഇതിലാദ്യമേ വരുന്നത് ഇതാണ്. ഇത് എന്ന് പറയുമ്പം ഇതാണ് സോറി, ജോക്സ് അപ്പാർട്ട്. ഇത് സ്ക്രൂ ഡ്രൈവറാണ്. ഇതിൻ്റെ വേരിയസ് സ്ക്രൂസ് വരുന്നുണ്ട്. ആൻഡ് അടുത്ത സംഭവം ഇത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതാണ്, വാച്ച് ഹോൾഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇതിപ്പോൾ ഒരു വാച്ചാണ്. ഇത് നമ്മൾ ഇങ്ങനെ വയ്ക്കണം, മനസ്സിലായോ? ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ ഇപ്പം എവിടെയെങ്കിലും ഒരു റഫ് സർഫേസ് ആണ് വാച്ച് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഇതിൻ്റെ പുറത്താണ് വാച്ച് വയ്ക്കുന്നത്. ആൻഡ് ഇഫ് ഐ കറക്റ്റ് അങ്ങനെയാണ് ആ സംഭവം അതിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത്. ഇതെല്ലാവരുടെ വീട്ടിൽ കാണും, കണ്ണാടിയുള്ള അവസ്ഥ. ഇത് ഈ കൂട്ടത്തിൽ വന്നാണ് കേട്ടോ. അപ്പം പിന്നെ ഇത് സ്ട്രാപ്പ് അഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവമാണ്. ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ വെക്കുക, എന്നിട്ടിത് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. തിരിച്ചു കൊടുക്കുമ്പോൾ ഇതെന്താണ് ലൈറ്റകത്ത് ഒരു മിനിറ്റ്. എൻ്റെ കോഴി കളിക്കുന്നത്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ഇനഫ്. ഇങ്ങനെ ഇരുന്നോളൂ. നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വാച്ച് സ്ട്രാപ്പ് അഴിക്കാം. സ്ട്രാപ്പ് തുറക്കാം. ഞാനൊരു ഡെമോ കാണിച്ചു. ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഇതുപോലത്തെ വാച്ചില്ല, അത് തുറക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ വെച്ചിട്ട് അടപ്പൊക്കെ ഉണ്ട്. ഈ സമയം ഇങ്ങനെ വെച്ചിട്ട് ഇത്രയുള്ള കാര്യം. പിന്നെ ഇതുപോലത്തെ വാച്ചസ് തുറക്കാനാണ്. കണ്ടോ, ചില വാച്ചിൽ ബാക്ക് കേസിൽ ഒരു മാതിരി സ്ക്രൂ ടൈപ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് തുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം. എല്ലാം ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് പോകുമ്പോൾ വീഡിയോ 4 മിനിറ്റ് കിട്ടാൻ. അപ്പം ഇതിൻ്റെ അകത്തും പ്ലാസ്റ്റിക് ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തതാണ്. ഇപ്പോൾ തുറക്കാൻ ഇത്തിരി പാടും. തുറക്കാൻ ഇത്തിരി പാടാ, കാരണം ഞാൻ തുറക്കുന്നില്ല. തുറക്കാൻ ഞാൻ തിരിച്ചു വയ്ക്കാനും ഇത്തിരി പാടും. ഇത് നമ്മുടെ സ്ട്രാപ്പ് അഴിക്കാനുള്ള സംഭവമാണ്. പക്ഷേ എനിക്ക് ഈ വിജയയുടെ സ്ട്രാപ്പ് അഴിക്കാൻ പറ്റത്തില്ല, കാരണം അത് അങ്ങനത്തെ സ്ട്രാപ്പല്ല. നെക്സ്റ്റ് വരുന്ന ഒരു ഹാമർ, ചുറ്റിക. സാധാ ചുറ്റിക അല്ലേ, ഇവിടെ അറ്റത്ത് പ്ലാസ്റ്റിക് ഉള്ളൂ. ഇത് നമ്മുടെ ഗ്ലാസ്സൊക്കെ പൊട്ടിക്കാൻ, വാച്ചിൻ്റെ ഗ്ലാസ് പൊട്ടിക്കുന്നത് അല്ല. അടുത്ത വരുന്ന ട്യൂസേഴ്സ്. എന്തിനോ എന്തോ ട്യൂസേഴ്സ് എന്ന് വിളിക്കുന്നതിന്. ഇത് നമ്മുടെ ഡിവൈഡർ പോലെ ഇരിക്കും. പിന്നെ പ്ലാസ്റ്റിക് ഇതാണ്. ഇത് നമ്മുടെ ഈ സ്ട്രാപ്പ് അഴിക്കാൻ എന്തോന്നു, ലെതർ സ്ട്രാപ്പ് അഴിക്കാൻ. പിന്നെ ഇത് മെറ്റൽ ബ്രേസ്ലെറ്റ് അഴിക്കാൻ. ഈ സംഭവമാണ് മെയിൻ. ഇതിൻ്റെ പേരാണ് പുഷർ. ഇപ്പോൾ ഒരു വാച്ചിൻ്റെ ഹാൻഡ് നമ്മൾ അയച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് വെച്ച് ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് ഇത് വെച്ച് ഞെക്കി കൊടുത്താൽ മതി, കാര്യം കഴിയും. അപ്പോൾ അതവിടെ റെഡിയായി നിൽക്കും. പിന്നെ ഇതാണ് ബ്രഷ്. ഇതെല്ലാവർക്കും അറിയില്ല, ബ്രഷാണ്. ആ സംഭവം എന്താണെന്ന് വെച്ചാൽ കേസിൻ്റെ അകം ക്ലീൻ ചെയ്യാനായിരിക്കും. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഇപ്പോൾ തന്നെ വീഡിയോ 5 മിനിറ്റത്തെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വരുമ്പോൾ വീഡിയോ എടുത്ത്. അപ്പം ശരി, അടുത്ത വീഡിയോ കാണുന്നതിന് ബൈ.